മെസ്സി വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈകാതെ തുടർ നടപടികൾ ഉണ്ടാകും. ഏത് തരത്തിലുള്ള അന്വേഷണം ആണ് പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഉടൻ അറിയാൻ പറ്റുമെന്നും മുഖ്യമന്ത്രി. ധനപ്രതിസന്ധിയുടെ കാലത്താണ് ഓണാഘോഷമെന്ന് മുഖ്യമന്ത്രി. പെൻഷൻ നേരത്തെ കൊടുക്കുകയാണ്. ഓണം വളരെ ശ്രദ്ധയോടെ ആഘോഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും ധനമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി. കൊച്ചി മെട്രോ പേര് മാറ്റുന്നത് പരിഗണനയിൽ ഇല്ല എന്ന് വി ഡി സതീശൻ. സർക്കാരിനോട് ആലോചിക്കാതെയാണ് വാർത്ത നൽകിയത്. പിന്നെ താൻ എന്തിന് പ്രതികരിക്കണം എന്നും വി ഡി സതീശൻ. തൃശൂർ പേരമംഗലത്ത് വൻ കവർച്ച. വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കവർന്നു. പറപ്പൂർ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മകളുടെ വിവാഹത്തിന് വാങ്ങിയ സ്വർണമാണ് നഷ്ടമായത്. കോതമംഗലം കുട്ടമ്പുഴയിൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോറിക്ഷ തീ വെച്ച് നശിപ്പിച്ചു. 100 ഏക്കറിൽ താമസിക്കുന്ന ബെന്നിയുടെ വാഹനമാണ് കത്തി നശിച്ച നിലയിൽ കണ്ടത്. നിർധന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഓട്ടോറിക്ഷ. വീട്ടിലേക്ക് വണ്ടി പോകാൻ വഴിയില്ലാത്തതിനാൽ വീടിന് സമീപമാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. തൃശൂർ കുട്ടനെല്ലൂരിൽ ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീണ കമ്പി യാത്രക്കാരന്റെ ദേഹത്ത് തുളച്ചു കയറി. ലോറി ബ്രേക്ക് ഇട്ടതോടെയാണ് കമ്പികൾ റോഡിലേക്ക് വീണത്. പിന്നിലൂടെ ബൈക്കിൽ വന്നയാൾക്കാണ് പരിക്ക് പറ്റിയത്. കാട്ടാക്കട MLA MR ബൈജുവിന്റെ പേരിൽ പണം തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടയത്തൂർ സ്വദേശി രാജേഷ്, കിളിയൂർ മണ്ണാങ്കോണം സ്വദേശി വിനീത്, എറണാകുളം തോപ്പുംപടി സ്വദേശി സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. MLAയുടെ പേര് പറഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടിയതിനാണ് അറസ്റ്റ്. MLAയ്ക്ക് സുഖമില്ലെന്നും ആശുപത്രിയിലാണ് എന്നും വിളിക്കുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് എന്നും പണം അയക്കണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വിശാഖപട്ടണത്ത് അധ്യാപിക മുഖത്തടിച്ചതിന് പിന്നാലെ 6 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ലിറ്റിൽ ഗാർഡൻ സ്കൂളിലെ കുട്ടി പ്രണയ് തേജാണ് മരിച്ചത്. കുട്ടി ഹോംവർക്ക് ചെയ്യാത്തതിനാണ് അധ്യാപിക മർദ്ദിച്ചത്. കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനും വാളറയ്ക്കും ഇടയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടും ആളുകൾ സാഹസികമായി സമീപത്തുകൂടി വാഹനങ്ങൾ ഓടിച്ചു പോയത് ആശങ്കയ്ക്ക് ഇടയാക്കി. പതിവായി ആനക്കൂട്ടങ്ങൾ ദേശീയപാത 85-ലെ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് NV ബേബി അധ്യക്ഷനായിരുന്നു. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ പുതിയ MLA ഓഫീസ് മലയിൻകീഴ് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി.